യേശുക്രിസ്തു ഇവരെ മാറ്റിയിട്ട് 70 പേരെ തിരഞ്ഞെടുക്കാനുള്ള ഒന്നാമത്തെ കാരണം, ആ സമയത്ത് വലിയ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവർക്ക് തന്നെ ഒരു മീറ്റിംഗ് കഴിഞ്ഞേ ഉള്ളൂ. ഒരു 4-5 ഭൂതങ്ങളെയൊക്കെ ഒന്ന് പുറത്താക്കി, ഒന്ന് പ്രസംഗിച്ച്, ഒന്ന് മൈക്ക കൈ പിടിച്ച്, ഒന്ന് സ്റ്റേജിലേക്ക് ഒന്ന് കയറി, പിന്നെ തന്നെത്താൻ പ്രസംഗിക്കാനൊക്കെ പറ്റും എന്ന് മനസ്സിലായപ്പോൾ ഇതിനിടയിൽ പെട്ടെന്ന് തന്നെ ഇവരുടെ ഇടയിലൊരു വാദം, ഇതിലാരാണ് വലിയവൻ? അപ്പോൾ യോഹന്നാൻ പറയുന്നു, ഞാനാണ് വലിയവൻ, കാരണം ഞാൻ യേശുവിൻ്റെ അടുക്കൽ ചേർന്നിരിക്കുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് പറയുകയാണ്, ഞാനാണ് വലിയവൻ, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വാദവും. ആരാണ് വലിയവർ? എന്നിലൂടെയാണ് ഏറ്റവും കൂടുതൽ, ഞാൻ പ്രസംഗിക്കുമ്പോഴാണ് ആൾക്കാർ മാനസാന്തരപ്പെടുന്നത്. ഈ കർത്താവിൻ്റെ ഭരണകൂടം ഭിന്നിച്ച് ഭരിക്കുന്ന ഭരണകൂടമല്ല, തകർക്കുന്ന ഭരണകൂടമല്ല. കർത്താവിൻ്റെ ഭരണകൂടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഐക്യതയ്ക്കകത്ത് വെളിപ്പെടുന്നതാണ്, യൂണിറ്റിക്കകത്ത് വെളിപ്പെടുന്നതാണ്. കാരണം അത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ ഐക്യതയിൽ ഒരുപോലെ, ഞാനെന്ന ഭാവമില്ലാതെ, ഹല്ലേലൂയ, ദൈവരാജ്യം പണിയണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിന്, പിതാവിൻ്റെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി സ്വന്തം പുത്രനായ യേശു ക്രിസ്തു തന്നെത്താൻ താഴ്ത്തിയേൽപ്പിച്ച്, അതുപോലെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൽപ്പനയിൽ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരെ കൂടെ ചലിക്കുന്ന പരിശുദ്ധാത്മാവ്, ഇവർ 3 പേരുടെ മനസ്സ്, അവരുടെ ഹൃദയം, അവരുടെ ഐക്യത, അവരുടെ ചിന്താഗതികൾ അത് ഒന്നാണെങ്കിൽ, ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഭിന്നിച്ചു നിന്നാൽ സാധിക്കത്തില്ല. ഭിന്നത ഉണ്ടെങ്കിൽ അവിടെ പിശാചിന്റെ രാജ്യമാണ്. എന്നാൽ ദൈവരാജ്യം എന്താണെന്ന് അറിയാമോ? അവിടെ ഐക്യതയുണ്ട്, അവിടെ യൂണിറ്റി ഉണ്ട്. ഹല്ലേലൂയ.